പുണ്യ റമദാൻ മാസത്തിൽ നിലാരംബരായ ഒട്ടനേകം മനുഷ്യർക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പത്തനാപുരം ഗാന്ധിഭവനും കൊല്ലത്തെ പൂവർ ഹോമിനുമടക്കം എണ്ണിയാലൊടുങ്ങാത്ത സഹായമാണ് എം എ യൂസഫ് അലി നൽകിയത്. സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങൾക്കായി ഇത്തരത്തിൽ 2.5 കോടിയുടെ സഹായം നൽകി. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായമാണ് എം എ യൂസഫ് അലി കൈമാറിയത്. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമായിട്ടാണ് തുക കൈമാറിയത്. 1500-ലേറെ അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധിഭവനിലുള്ളത്. നമുക്ക് 2 മഹാമന്ദിരങ്ങൾ, നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമാകാത്ത 2 മന്ദിരങ്ങൾ നമുക്ക് സ്ഥാപിച്ച അമ്മമാരുടെ വാസകേന്ദ്രമായ ആ മനോഹരമായ മളിമാളിയ അദ്ദേഹം 15 കോടി രൂപ ചെലവഴിച്ചാണ് ആ മന്ദിരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ 20 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ അച്ഛന്മാർക്കും മറ്റുള്ളവർക്കുമായി ഒരു സ്നേഹ സൗധം ഇവിടെ പടുത്തുയർത്തിയിരിക്കുക. അതിമനോഹരമായി നമ്മുടെ അമ്മമാരുടെ മന്ദിരം പരിപാലിക്കാൻ എല്ലാ മാസവും കൃത്യമായി 1 ലക്ഷം രൂപ അതിൻ്റെ പരിപാലന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരു അത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി, മലയാളിയായി മാറിയിരിക്കുന്നു. ഓരോ വർഷം വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആർക്കും ഒരു അവസരങ്ങളില്ല. നിങ്ങളെല്ലാം തൃപ്തരാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു പോകണം. ഈ ഒരു കൂട്ടായ്മ നിങ്ങളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂത്തു നിൽക്കുന്ന, വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് നിറഞ്ഞ് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിടർന്നു നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിൽ പ്രവർത്തിക്കുന്ന ഡിഫറന്റ് ആർട്ട് സെന്ററിന് എം എ യൂസഫ് അലി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സഹായം എത്തിച്ചു. 1 കോടി രൂപയുടെ സഹായമാണ് കൈമാറിയത്. സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനുമായി നൽകുന്ന സഹായത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ തുക. ഞാൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു പോകില്ല. ഞാൻ എന്ത് പറഞ്ഞു അത് കൊടുത്തിട്ടേ പോവുള്ളൂ. ഈ സ്ഥാപനത്തിന് 1.5 കോടി ഉറുപ്പിക അദ്ദേഹത്തിന് എൻ്റെ വകയായി. കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്ത് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. 1 കോടി ഉറുപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന്, ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്. ലുലു ഗ്രൂപ്പിൻ്റെ ആദരണീയനായിട്ടുള്ള ചെയർമാൻ എം എ യൂസഫ് അലിക്ക ഒരിക്കൽ ഇവിടെ വന്നു, ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ വന്നു, നമ്മുടെ കുട്ടികളെ കണ്ടു, നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച്, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചൊരു പ്രോമിസ് ചെയ്തിരുന്നു. എല്ലാ വർഷവും 1 കോടി രൂപ വീതം ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാമെന്നുള്ളത്. ഇന്ന് ഈ വർഷത്തെ കോൺട്രിബ്യൂഷനായിട്ട് 1 കോടി രൂപ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കൈപ്പറ്റി. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ പേരിൽ, മാതാപിതാക്കളുടെ പേരിൽ, ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പ്രവർത്തകരുടെ പേരിൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ള, ലുലു ഗ്രൂപ്പിനോടുള്ള, അതിൻ്റെ സാരഥികളോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നടത്തിവരുന്ന അന്നദാനത്തിനായി പുണ്യ റമദാൻ മാസത്തിൽ 25 ലക്ഷം രൂപയുടെ സഹായം അദ്ദേഹം നൽകി. തുടർച്ചയായി 4ാം വർഷവും മുടക്കമില്ലാതെയാണ് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് സഹായം എത്തിയത്. ജാതി മതഭേദമന്യേ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ശാന്തിഗിരിയിൽ അന്നദാനം നൽകുന്നുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിലെ അന്നദാനത്തിനുള്ള പ്രത്യേക പുണ്യം കൂടി കണക്കിലെടുത്തായിരുന്നു യൂസഫ് അലിയുടെ സഹായം. ഞാൻ സ്വാമിജിയോട് കാറിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ പോകുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ ഇപ്പം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അത് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ ആവശ്യപ്പെടാം. അത് അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സാണ് അപ്പം അത് പറഞ്ഞത്. പക്ഷെ എൻ്റെ മനസ്സാണ്, സ്വാമിജിക്ക് എന്നെ കൊണ്ട് കാര്യമുണ്ടെങ്കിലും ഏത് സമയത്തും സ്വാമിജിക്ക് എന്നോട് ആവശ്യപ്പെടാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് ശ്രമിക്കുന്നതാണ്, പരിഹരിക്കുന്നതാണ്. 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി വരുന്നത് യൂസഫ് അലി സാറും ഞങ്ങളെല്ലാം കൂടെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇത് കാണാനായിട്ട് വരികയുണ്ടായി. അന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം സ്വാമിയായിട്ട് യൂസഫ് അലി സാറ് സംസാരിച്ചു. അപ്പോൾ സ്വാമിയോട് യൂസഫ് അലി സാറ് ചോദിച്ചു, ഞാൻ എന്താണ് സ്വാമിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങ് വന്നതിലും അങ്ങ് ഇവിടെ വന്നത് കണ്ടതിലുള്ള സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷം.
അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാനും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആ സന്ദേശം എത്തിക്കാനും മടിക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ അന്നദാനം ഒരു മഹാദാനമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് ഒരു 3-4 വർഷം മുന്നെയാണിത്. അന്ന് ഞങ്ങൾ ആദ്യമായി ഇവിടെ വന്ന് സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ അന്നദാനത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി സ്വാമിക്കൊരു തുക അന്ന് കൈമാറി. അത് ഒരു നോമ്പ് സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. അത് 3-4 വർഷമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇപ്രാവശ്യവും അത് ഈ നോമ്പിൻ്റെ വലിയ മഹത്വമുള്ള ഈ ഒരു വേളയിൽ തന്നെ അത് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കൈമാറാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൊല്ലം മുണ്ടക്കൽ പൂർ ഹോമിലെ നിലാരംഭരായ അന്തേവാസികളെ ചേർത്ത് പിടിച്ച് 10ാം വർഷവും യൂസഫ് അലി സഹായമെത്തിച്ചു. പൂർ ഹോമിലെ കുടുംബങ്ങൾക്കുള്ള റമദാൻ സമ്മാനമായി 25 ലക്ഷം രൂപയുടെ ധനസഹായമാണ് യൂസഫ് അലി കൈമാറിയത്. പൂർ ഹോമിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം ആകെ 81 അന്തേവാസികളുണ്ട്. എല്ലാവരുടെയും ഭക്ഷണത്തിനും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും ശുചിമുറികൾ, ചികിത്സാ സൗകര്യങ്ങൾ, മാനസിക ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനുമായിട്ടാണ് മുടക്കമില്ലാത്ത സഹായം എത്തിയത്. പൂർ ഹോമിൽ 81 അന്തേവാസികളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കുറേ അന്തേവാസികളെ അവരവരുടെ നാട്ടിലേക്ക് വിടുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മുടെ പൂർ ഹോം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല പൂർ ഹോമിൽ ഒന്നായിട്ട് ഇതേപോലെയുള്ള അന്തേവാസികളെ താമസിക്കുന്ന ഏറ്റവും നല്ല സ്ഥാപനമായി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ചേർന്ന് വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ധനസഹായങ്ങൾ കൈമാറി.